ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ അടുത്തിടെ തമിഴിൽ ഇറങ്ങിയ ഒരു നല്ല മിസ്റ്ററി ആൻഡ് ത്രില്ലർ ആശയമുള്ള അധോമുഖം എന്ന സിനിമയുടെ കഥയാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിനിമയുടെ കഥ വിവരണം വേണമെങ്കിൽ ആ സിനിമയുടെ പേര് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഊട്ടിയിൽ താമസിക്കുന്ന മാർട്ടിൻ, ലീന എന്ന ദമ്പതികളെയാണ് കാണിക്കുന്നത്. അവർക്ക് പരസ്പരം ഒരുപാട് ഇഷ്ടമുണ്ട്. അന്ന് ലീനയുടെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് മാർട്ടിൻ ലീനയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകാൻ പദ്ധതിയിടുന്നുണ്ട്. വീട്ടിലെ ഒരിടത്ത് ആ സമ്മാനം ഒളിച്ചു വെച്ച് അത് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ലീനയോട് പറയുന്നു. ആ സന്തോഷ നിമിഷങ്ങളെല്ലാം അവൻ തന്റെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ലീന വളരെ എളുപ്പത്തിൽ മാർട്ടിൻ ഒളിപ്പിച്ചു വെച്ച സമ്മാനം കണ്ടെത്തുന്നു. ഇതിൽ അത്ഭുതപ്പെട്ട മാർട്ടിൻ ലീനയോട് പറയുന്നുണ്ട്, ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ച് ഈ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് നീ ഒരു നിമിഷം കൊണ്ട് സമ്മാനം എവിടെയാണെന്ന് കണ്ടെത്തിയല്ലോ. നിനക്ക് ഇതേക്കുറിച്ച് അറിയാതിരിക്കാൻ നീ ഉറങ്ങിയ ശേഷമാണ് ഞാനിതെല്ലാം ചെയ്തത്. എന്നിട്ടും നീ ഞൊടിയിടയിൽ കണ്ടുപിടിച്ചു. അതിന് ലീന ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മാർട്ടിൻ. രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ ഇവിടെ എന്തോ ഒളിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇവിടെ തന്നെ നോക്കിയത്. സത്യത്തിൽ മാർട്ടിന്റെ പിറന്നാളിന് ലീന അതിഗംഭീരമായ ഒരു സർപ്രൈസ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് മാർട്ടിനും ലീനയെ സർപ്രൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഓരോ തവണയും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മാർട്ടിൻ അവിടെ ഒരു തേയിലത്തോട്ടത്തിലെ മാനേജറായി ജോലി ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ മാർട്ടിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തേയിലത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മാർട്ടിന്റെ ഉറ്റ സുഹൃത്തായ പോൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു. മാർട്ടിൻ തേയിലത്തോട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് കണ്ട് പോൾ ചോദിക്കുന്നുണ്ട്, എടാ മാർട്ടിൻ, ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികവും ലീനയുടെ പിറന്നാളും അല്ലേ? നിങ്ങൾ സന്തോഷമായ സമയം ചെലവഴിക്കാതെ ഇന്നും തേയിലത്തോട്ടത്തിൽ വന്നിരിക്കുകയാണോ? അതിന് മാർട്ടിൻ മറുപടി നൽകി, എന്റെ പ്ലാൻ മുഴുവൻ പരാജയപ്പെട്ടു. ഇന്ന് ലീനയ്ക്ക് ഒരു ഗംഭീര സർപ്രൈസ് നൽകാൻ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ലീനയ്ക്ക് എന്റെ സർപ്രൈസിനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നു. കൂടാതെ ഇവിടെ ഓഫീസിൽ ഒരു അടിയന്തര ജോലി ഉണ്ടായിരുന്നു. അത് തീർത്തിട്ട് പോകാമെന്ന് കരുതി പെട്ടെന്ന് വന്നതാണ്. സീൻ കട്ട് ചെയ്യുമ്പോൾ മാർട്ടിൻ തന്റെ ക്യാബിനിലിരുന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാഫായ റാം വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്റെ വിവാഹമാണെന്ന് പറഞ്ഞ് വിവാഹ ക്ഷണക്കത്ത് നൽകുന്നു. മാർട്ടിൻ റാമിനോട് അത് പ്രണയ വിവാഹമാണോ അതോ വീട്ടുകാർ ഉറപ്പിച്ച അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നു. റാം അതൊരു പ്രണയ വിവാഹമാണെന്ന് മറുപടി നൽകുന്നു. ഇത് കേട്ട മാർട്ടിൻ റാമിനോട് ചോദിച്ചു, നീ ഇതുവരെ നിന്റെ കാമുകിക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ പിറന്നാൾ ആശംസിക്കുകയോ സർപ്രൈസ് നൽകുകയോ ചെയ്തിട്ടുണ്ടോ? അതിന് റാം ആലോചിച്ച ശേഷം പറഞ്ഞു, ഉവ്വ് സർ, ഞാൻ എന്റെ കാമുകയുടെ ഫോണിൽ അവൾ അറിയാതെ ഹിഡൻ ഫേസ് എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അവൾ ദിവസവും എങ്ങനെയായിരിക്കുന്നു, അവൾക്ക് എന്താണ് ഇഷ്ടം തുടങ്ങിയ മധുരമായ ഓർമ്മകളെല്ലാം ആ ആപ്പിലൂടെ അവളുടെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് ആ വീഡിയോകളെല്ലാം മനോഹരമായി എഡിറ്റ് ചെയ്ത് അവളുടെ പിറന്നാൾ ദിവസം സർപ്രൈസായി കാണിച്ചു കൊടുത്തു. ആ വീഡിയോകൾ കണ്ട് എന്റെ കാമുകിക്ക് ഒരുപാട് സന്തോഷമായി. അത് കേട്ട മാർട്ടിന് ആ സർപ്രൈസ് പ്ലാൻ വളരെ ഇഷ്ടപ്പെട്ടു. തന്റെ ഭാര്യ ലീനയ്ക്കും അതുപോലൊരു സർപ്രൈസ് നൽകാൻ അവൻ തീരുമാനിച്ചു. ആ ഹിഡൻ ഫേസ് ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവൻ മനസ്സിലാക്കി. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എന്ത് സെറ്റിംഗ്സ് ചെയ്യണം, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കിയ ശേഷം ആ ആപ്ലിക്കേഷൻ തന്റെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തു. അന്ന് രാത്രി ലീന ഉറങ്ങുമ്പോൾ അവളുടെ ഫോൺ എടുത്ത് അവൾ അറിയാതെ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അന്നു മുതൽ ലീന ചെയ്യുന്ന ഓരോ കാര്യവും മാർട്ടിന് ആ ആപ്ലിക്കേഷനിലൂടെ തന്റെ ലാപ്ടോപ്പിൽ കാണാൻ സാധിക്കുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ മാർട്ടിൻ ഓഫീസിലേക്ക് പോയി. തന്റെ ക്യാബിനിലെത്തി ലാപ്ടോപ്പ് തുറന്ന് ഹിഡൻ ഫേസ് ആപ്ലിക്കേഷനിലൂടെ ലീനയുടെ ഫോൺ ആക്സസ് ചെയ്ത് അവൾ ചെയ്യുന്ന ഓരോ കാര്യവും നിരീക്ഷിക്കാൻ തുടങ്ങി. ലീന അടുക്കളയിൽ പാട്ട് കേട്ടും പാടിയും സന്തോഷത്തോടെ ജോലി ചെയ്യുകയായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മാർട്ടിൻ ആ ഓർമ്മകളെല്ലാം റെക്കോർഡ് ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബൻസാൽ എന്നൊരാൾ മാർട്ടിനെ ഫോൺ ചെയ്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഒരിടത്തേക്ക് വരാനും പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ബൻസാലിനെ കാണാൻ മാർട്ടിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ബൻസാൽ നിർബന്ധിച്ചുകൊണ്ട് അവൻ പോകാൻ തീരുമാനിച്ചു. മാർട്ടിൻ ബൻസാലിനെ കണ്ടപ്പോൾ ബൻസാൽ മാർട്ടിനോട് സംസാരിച്ചു. ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ബൻസാലിനും ഒരു തേയിലത്തോട്ടമുണ്ടെന്ന്. ബൻസാൽ മാർട്ടിനോട് പറഞ്ഞു, ഇനി എത്ര കാലം നീ ആ പോളിന്റെ തോട്ടത്തിൽ ജോലി ചെയ്യും? നിന്റെ കഠിനാധ്വാനത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ 4 വർഷം കൊണ്ട് നീ ആ തോട്ടത്തെ എത്രത്തോളം വികസിപ്പിച്ചു എന്നും എനിക്കറിയാം. പക്ഷെ അതിന് പകരമായി പോൾ നിനക്ക് എന്താണ് തന്നത്? ഇപ്പോഴും അവൻ നിന്നെ ഒരു ജോലിക്കാരനായി മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് മാർട്ടിൻ, നിന്റെ കഠിനാധ്വാനത്തെ വിലമതിക്കാത്തവരുടെ കൂടെ എന്തിനാണ് നിൽക്കുന്നത്? ഉടനെ അവിടെ നിന്ന് രാജിവെച്ച് എന്റെ അടുത്തേക്ക് വാ. എന്റെ തോട്ടം നോക്കി നടത്ത്. നിനക്ക് അർഹിക്കുന്ന ബഹുമാനവും പണവും ഞാൻ തരാം. ഇത് കേട്ട മാർട്ടിൻ, ക്ഷമിക്കണം സർ, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്നു. സത്യത്തിൽ എന്റെ അച്ഛനും പോളിന്റെ അച്ഛനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ രണ്ടുപേരും ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ബിസിനസ് തുടങ്ങി. എല്ലാം നന്നായി പോകുമ്പോൾ ഒരു ദിവസം കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന എന്റെ അച്ഛനും അമ്മയും അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ അമ്മ തൽക്ഷണം മരിച്ചു. അച്ഛന്റെ ശരീരം മുഴുവൻ തളർന്നുപോയി. അന്നു മുതൽ എന്നെയും എന്റെ അച്ഛനെയും നോക്കിയത് പോളിന്റെ അച്ഛനാണ്. കുറച്ചു കാലം കഴിഞ്ഞ് എന്റെ അച്ഛനും മരിച്ചു. അതിനുശേഷം പോളിന്റെ അച്ഛൻ എന്നെ സ്വന്തം മകനെ പോലെ വളർത്തി. എനിക്ക് വേണ്ടതെല്ലാം തന്നു. നല്ല വിദ്യാഭ്യാസം നൽകി. എനിക്ക് ലീനയെ വിവാഹം കഴിപ്പിച്ചു തന്നതും അദ്ദേഹമാണ്. മാത്രമല്ല എനിക്ക് ലീനയ്ക്ക് വേണ്ടി ഒരു വീടും സമ്മാനമായി നൽകി. അങ്ങനെയുള്ളവരെ ചതിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എനിക്ക് കഴിയില്ല എന്ന് മാർട്ടിൻ പറഞ്ഞു.
അത് കേട്ട് ബൻസാൽ ദേഷ്യത്തോടെ മാർട്ടിനെ ഭീഷണിപ്പെടുത്തി. മാർട്ടിൻ, എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. എന്റെ വാഗ്ദാനം നിരസിച്ചാൽ നീ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ മാർട്ടിൻ അത് കാര്യമാക്കിയില്ല. സീൻ കട്ട് ചെയ്യുമ്പോൾ മാർട്ടിൻ വീട്ടിലെത്തി ലീനയോട് റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്യുകയായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം അവൻ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ മാർട്ടിൻ ഓഫീസിലെത്തി വീണ്ടും ലാപ്ടോപ്പ് തുറന്ന് ആപ്ലിക്കേഷനിലൂടെ ലീനയെ നിരീക്ഷിച്ചു. അപ്പോഴാണ് മാർട്ടിന് തല കറങ്ങുന്ന ഒരു കാര്യം മനസ്സിലായത്. ലീനയെ കാണാൻ ആരൊരാൾ വന്നിരിക്കുന്നു. അയാൾ ലീനയോട് കുറച്ച് അടുത്ത് സംസാരിക്കുന്നതായി തോന്നി. ലീനയും അയാളോട് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് കണ്ട് മാർട്ടിൻ ചിന്തിച്ചു, വീട്ടിലൊരാൾ വന്നിട്ട് ലീന എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്ന്. ആ വന്നയാൾ ആരാണെന്ന് അറിയാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ലീനയുടെ ഫോൺ ക്യാമറ അവളുടെ നേരെ ആയതുകൊണ്ട് വീഡിയോയിൽ ലീനയെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. വന്നയാളുടെ മുഖം വ്യക്തമാകുന്നില്ല. അതോടെ മാർട്ടിന് ആ വന്നയാൾ ആരാണെന്നും ലീന എന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ലെന്നും ചിന്തിച്ച് വിഷമത്തിലായി. അന്ന് രാത്രി വീട്ടിലെത്തിയ മാർട്ടിൻ അത്താഴം കഴിക്കുമ്പോഴും ലീന ആ വന്നയാളെ കുറിച്ച് പറയുമോ എന്ന് കാത്തിരുന്നു. പക്ഷെ ലീന അതേക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. മാർട്ടിൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ലീന കാര്യം തിരക്കിയപ്പോൾ തേയിലത്തോട്ടത്തിൽ ജോലി കൂടുതലാണെന്ന് മാർട്ടിൻ കള്ളം പറഞ്ഞു. രാവിലെ വീട്ടിൽ വന്നയാൾ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും ലീന എന്തുകൊണ്ട് തന്നോട് പറയുന്നില്ല എന്ന് മാർട്ടിൻ ആവർത്തിച്ച് ചിന്തിച്ചു. ഒരു പക്ഷേ ലീനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ, അവൾ എന്നെ വഞ്ചിക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാർട്ടിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ മാർട്ടിൻ ഓഫീസിലെത്തി ലാപ്ടോപ്പിലൂടെ ലീനയെ നിരീക്ഷിച്ചു. ഇത്തവണ ലീന ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് അവൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ ശ്രമിച്ചു. എന്നാൽ ഓഡിയോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അവൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ല. അതോടെ ലീന ആരോടാണ് സംസാരിക്കുന്നതെന്നും വീട്ടിൽ വന്നയാൾ ആരാണെന്നും എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ മാർട്ടിൻ നിരാശനായി. നേരിട്ട് ലീനയെ വിളിച്ച് ചോദിക്കാൻ ആലോചിച്ചെങ്കിലും അത് അവർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമെന്ന് കരുതി അവൻ അതിന് മുതിർന്നില്ല. അന്ന് രാത്രി ലീന ഉറങ്ങിയ ശേഷം മാർട്ടിൻ അവളുടെ ഫോൺ എടുത്ത് ചില പെർമിഷനുകൾ ഓൺ ചെയ്തു. അടുത്ത ദിവസം രാവിലെ ലീനയുടെ ഫോണിലേക്ക് ഹായ് എന്നൊരു മെസ്സേജ് വന്നു. അതിന്റെ DP നോക്കിയപ്പോൾ മാർട്ടിൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ചിത്രമായിരുന്നു. ആ വ്യക്തി ആരാണെന്നും ലീനയ്ക്ക് അയാളെ എങ്ങനെ പരിചയമെന്നും മാർട്ടിൻ ആലോചിച്ചു. അവരുടെ ചാറ്റ് നോക്കിയപ്പോൾ ആ വ്യക്തി ലീനയോട് എന്ത് ചെയ്യുന്നു, നിന്റെ ഭർത്താവ് ഓഫീസിൽ പോയോ, നിന്റെ ഫോട്ടോ അയക്കോ എന്നൊക്കെ ചോദിച്ചതായി കണ്ടു. അതിന് മറുപടിയായി ലീന തന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും എന്റെ ഭർത്താവ് ഓഫീസിലേക്ക് പോവുകയാണ്, നീ കുറച്ചു കഴിഞ്ഞു വാ എന്ന് റിപ്ലൈ നൽകുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ലീനയുടെ കാമുകൻ വീട്ടിലെത്തി. അവൻ ലീനയോട് പറഞ്ഞു, ലീന, ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കും. നീ പെട്ടെന്ന് നിന്റെ തീരുമാനം എന്താണെന്ന് പറയും. അതിന് ലീന മറുപടി നൽകി, ഞാൻ എന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു, അതെന്താണെന്ന് നാളെ പറയാം. അവർ കുറച്ചു നേരം സംസാരിച്ച ശേഷം അയാൾ അവിടെ നിന്ന് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മാർട്ടിന്റെ ഹൃദയം തകർന്നുപോയി. ഞാൻ എന്റെ ഭാര്യയെ അത്രയധികം സ്നേഹിച്ചിരുന്നു, പക്ഷെ അവൾ മറ്റൊരാളുമായി ബന്ധം പുലർത്തി എന്നെ വഞ്ചിക്കുകയാണ് എന്ന് കരുതി അവൻ ഒരുപാട് വേദനിച്ചു. അവൻ ലീനയെ എങ്ങനെ കണ്ടുമുട്ടി എന്നോർത്തു. യഥാർത്ഥത്തിൽ മാർട്ടിനും ലീനയും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. മാർട്ടിൻ ലീനയെ പരിചയപ്പെട്ട അന്നു മുതൽ പ്രണയമായിരുന്നു. സ്കൂളിലെ അവസാന ദിവസം മാർട്ടിൻ ലീനയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. എന്നാൽ ലീന, ഞാൻ നിന്നെ ഒരിക്കലും ആ കണ്ണുകളോടെ കണ്ടിട്ടില്ല, നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് ആ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. അന്നു മുതൽ ലീന മാർട്ടിനോട് സംസാരിക്കുന്നത് നിർത്തി. വർഷങ്ങൾക്ക് ശേഷം മാർട്ടിൻ കോളേജ് പഠനം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഒരു ദിവസം ലീനയെ കണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും ലീന ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു. അന്നു മുതൽ അവർ വീണ്ടും സംസാരിക്കാനും അടുക്കാനും തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർട്ടിൻ വീണ്ടും ലീനയോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഇത്തവണ ലീന അത് സ്വീകരിച്ചു. ഈ വിവരം അറിഞ്ഞ പോളിന്റെ അച്ഛൻ മാർട്ടിന്റെയും ലീനയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. ഇതെല്ലാം ഓർത്ത് മാർട്ടിൻ വളരെ വികാരധീനനായി. അന്ന് രാത്രി ലീനയുടെ കാമുകൻ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മൾ എപ്പോഴും കാണാറുള്ള സ്ഥലത്തേക്ക് വാ എന്ന് മെസ്സേജ് അയക്കുന്നത് മാർട്ടിൻ കണ്ടു. അടുത്ത ദിവസം മാർട്ടിൻ ഓഫീസിലെത്തി ലാപ്ടോപ്പിലൂടെ നോക്കിയിരുന്നു. ലീന ഓട്ടോയിൽ 3 മണിക്ക് ആ സ്ഥലത്തെത്തി തന്റെ കാമുകനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവളുടെ കാമുകൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ സന്തോഷമായിരിക്കണമെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് അതേ വീട്ടിൽ സന്തോഷമായി ജീവിക്കാം. അവൻ ലീനയ്ക്ക് വിഷം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ ഭർത്താവിന്റെ ഭക്ഷണത്തിൽ ഇത് കലക്കി കൊടുക്ക്, അത് കഴിച്ചാൽ അവൻ മരിക്കും. അത് നടന്നില്ലെങ്കിൽ ഈ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ല് എന്ന് പറഞ്ഞ് ഒരു തോക്ക് നൽകി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മാർട്ടിന്റെ തല കറങ്ങിപ്പോയി. താൻ അത്രയധികം സ്നേഹിക്കുന്ന ഭാര്യ തന്നെ കൊല്ലാൻ പദ്ധതിയിടുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ തകർന്നുപോയി. അന്ന് രാത്രി മാർട്ടിനും ലീനയും ഉറങ്ങുമ്പോൾ അർദ്ധരാത്രി ലീന തന്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലെത്തിയ കാമുകൻ ലീനയോട്, നീ നിന്റെ ഭർത്താവിനെ കൊന്നോ എന്ന് ചോദിച്ചു. അതിന് ലീന പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൊല്ലാൻ എനിക്ക് ഭയമാണ്, ഇതാ നിന്റെ തോക്ക്, നീ തന്നെ അവനെ കൊല്ല്. ലീനയുടെ കാമുകൻ മാർട്ടിൻ ഉറങ്ങുന്ന മുറിയിലേക്ക് പോയി തലയിണ കൊണ്ട് മുഖം അമർത്തി ഉടൻ തന്നെ തോക്കെടുത്ത് തലയ്ക്ക് വെടിവെച്ചു. യഥാർത്ഥത്തിൽ ഇതെല്ലാം മാർട്ടിൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ആലോചിച്ച ശേഷം അവർ തന്നെ കൊല്ലുന്നതിന് മുമ്പ് താൻ അവരെ കൊല്ലണമെന്ന് മാർട്ടിൻ തീരുമാനിച്ചു. ഉടനെ തന്നെ തന്റെ സുഹൃത്തായ വെട്രിയെ വിളിച്ച് നാളത്തേക്ക് ഒരു തോക്ക് സംഘടിപ്പിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം ചോദിച്ചെങ്കിലും അവൻ പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ മാർട്ടിൻ വെട്രിയെ കണ്ട് തോക്ക് വാങ്ങി. വെട്രി കരുതിയത് മാർട്ടിൻ ഭാര്യയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്യുകയാണെന്നാണ്. പിന്നീട് അന്ന് ലീന പുറത്തേക്ക് പോകുന്നത് കണ്ട് മാർട്ടിൻ അവളെ പിന്തുടർന്നു. അന്നും ലീന തന്റെ കാമുകനെ കാണാൻ അതേ രഹസ്യ സ്ഥലത്തേക്കാണ് പോയത്. അവിടെ വെച്ച് ലീന കാമുകനെ കണ്ടു. ഇവിടെയാണ് നമുക്ക് ലീനയുടെ കാമുകന്റെ പേര് സൂര്യ എന്നാണെന്ന് മനസ്സിലാവുന്നത്. സൂര്യ ലീനയോട്, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്തോ,
നിന്റെ ഭർത്താവിനെ കൊന്നോ എന്ന് ചോദിക്കുന്നു. അതിന് ലീന, ഇല്ല, എനിക്ക് നിന്റെ ഭർത്താവിനെ കൊല്ലാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിന് സൂര്യ മറുപടി പറയുന്നു, അയ്യോ ലീന, നീ നിന്റെ സ്നേഹം കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ച് ഭർത്താവിനെ കൊല്ലണം. അവൻ നിനക്ക് ചേർന്നവനല്ല. അവൻ നിന്നെ എത്രമാത്രം വഞ്ചിക്കുന്നുണ്ടെന്ന് നീ മറന്നുപോയോ? ഇന്ന് രാത്രിയെങ്കിലും അവനെ കൊല്ലണം. അപ്പോഴേ നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്നു മാർട്ടിന് ദേഷ്യം വന്ന് തന്റെ തോക്കെടുത്ത് സൂര്യയെ വെടിവെക്കാൻ തുടങ്ങി. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. മാർട്ടിൻ വെടിവെക്കുന്നതിന് മുൻപേ സൂര്യയുടെ നെഞ്ചിൽ ഒരു വെടിയുണ്ട തറച്ചു. യഥാർത്ഥത്തിൽ ലീന തന്നെയാണ് സൂര്യ നൽകിയ തോക്ക് ഉപയോഗിച്ച് അവനെ വെടിവെച്ച് കൊന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മാർട്ടിന്റെ കിളി പോയി. അപ്പോൾ ലീന ആർക്കോ ഫോൺ ചെയ്ത്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, ഞാൻ സൂര്യയെ കൊന്നു എന്ന് പറയുന്നു. മറുതലയ്ക്കുള്ളയാൾ ലീനയോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ലീന അവിടേക്ക് പോയി ആ വ്യക്തിക്കായി കാത്തിരിക്കുന്നു. മാർട്ടിനും ലീനയെ പിന്തുടർന്ന് ദൂരെ നിന്ന് അവൾ ആരെയാണ് കാണാൻ വന്നതെന്ന് നിരീക്ഷിച്ചു. ഇവിടെ മാർട്ടിന് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായി. ലീന കാണാൻ വന്നത് മറ്റേ ആരുമായിരുന്നില്ല, ബൻസാലിനെ ആയിരുന്നു. ബൻസാൽ ലീനയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അവർ സംസാരിക്കുന്നത് മാർട്ടിൻ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ലീന ബൻസാലിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ സൂര്യയെ കൊന്നു. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ആ വീഡിയോ ഫയൽ ഡിലീറ്റ് ചെയ്യ്. അപ്പോഴാണ് മാർട്ടിൻ ചിന്തിച്ചത്, ലീനയ്ക്ക് ബൻസാലിനെ എങ്ങനെ അറിയാം? ലീനയെ സംബന്ധിച്ച് എന്ത് വീഡിയോയാണ് ബൻസാലിന്റെ കയ്യിലുള്ളതെന്ന്. തുടർന്ന് ലീന ബൻസാലുമായി സംസാരിച്ച ശേഷം സൂര്യയുടെ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. ആ മൃതദേഹം എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ മാർട്ടിൻ ലീനയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ എന്താണ് നടക്കുന്നത് ലീന? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്തിനാണ് നീ ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്? നിന്റെ എന്തെങ്കിലും വീഡിയോ അവരുടെ കയ്യിലുണ്ടോ? അതുകൊണ്ടാണോ അവർ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് മാർട്ടിൻ ചോദിച്ചു. മാർട്ടിനെ കണ്ട ലീന വികാരധീനായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ മാർട്ടിൻ, ഒരു വീഡിയോ അവരുടെ കയ്യിലുണ്ട്. ആ വീഡിയോ എന്താണെന്ന് മാർട്ടിൻ ചോദിച്ചു. ലീന ആ വീഡിയോ മാർട്ടിനെ കാണിച്ചു. അത് കണ്ട മാർട്ടിൻ ഞെട്ടിപ്പോയി. കാരണം ആ വീഡിയോയിൽ മാർട്ടിൻ തന്റെ അക്കൗണ്ടന്റ് പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളായിരുന്നു. അത് കണ്ട മാർട്ടിൻ, ഇത് സത്യമല്ല, ഇതൊരു വ്യാജ വീഡിയോ ആണ്. ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ അവളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയച്ചു. അതിലൊരു ഭാഗം മാത്രമാണ് അവർ റെക്കോർഡ് ചെയ്തത്. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് നീ എങ്ങനെ വിശ്വസിച്ചു എന്ന് ചോദിച്ചു. അതിന് ലീന മറുപടി നൽകി, എനിക്കറിയാം ഇത് വ്യാജ വീഡിയോ ആണെന്ന്, പക്ഷെ ഇത് യഥാർത്ഥമാണെന്ന് തോന്നും വിധം വളരെ കൃത്യമായാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ പുറത്തു വന്നാൽ എല്ലാവരും നിങ്ങൾ തെറ്റ് ചെയ്തുവെന്ന് വിശ്വസിക്കുമെന്നും നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുമെന്നും ഞാൻ ഭയന്നു. ഈ വീഡിയോ കാണിച്ചാണ് ബൻസാൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയത്. എസ്റ്റേറ്റിന്റെ രേഖകൾ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ വീഡിയോ വൈറലാക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് അവർ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തത്. എസ്റ്റേറ്റ് രേഖകൾ കൊണ്ടുപോകാൻ ബൻസാലിന്റെ ആളായ സൂര്യ എന്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. ഈ സമയത്താണ് ഒരു ദിവസം സൂര്യ എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയത്. ആ വീഡിയോയിൽ കണ്ടില്ലേ, നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞത്? ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്റെ കൂടെ വരാൻ അവൻ നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ ഈ വിഷയം ബൻസാലിനോട് പറഞ്ഞപ്പോൾ സമയം കിട്ടുമ്പോൾ സൂര്യയെ കൊന്നുകളയാൻ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് സൂര്യയെ ഇവിടേക്ക് വിളിച്ച് കൊന്നത്. സൂര്യയുടെ ശരീരം പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത് എന്ന് ലീന ഇതെല്ലാം തുറന്നു പറയുന്നു. അത് കേട്ട മാർട്ടിൻ ലീനയോട് പറയുന്നുണ്ട്, ഇതെല്ലാം നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ? എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇത് എന്റെ പ്രശ്നമാണ്, ഞാനിത് കൈകാര്യം ചെയ്യാം. അങ്ങനെ അവർ സൂര്യയുടെ മൃതദേഹം ഒരു വനപ്രദേശത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പോഴേക്കും ബൻസാൽ മാർട്ടിനെ തുടരെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. മാർട്ടിന് കാര്യം മനസ്സിലായി. അവൻ ബൻസാലിനോട്, എടാ ബൻസാൽ, നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഈ കേസിൽ കൊടുക്കാനാണ് നീ ഇതെല്ലാം ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നു. പിന്നീട് മാർട്ടിൻ വീട്ടിലെത്തി ലീനയോട് പറഞ്ഞു, ഇതെല്ലാം ബൻസാലിന്റെ കൃത്യമായ പദ്ധതിയാണ്. എന്നെ കൊടുക്കാനാണ് അവൻ ഇതെല്ലാം ചെയ്തത്. ഇതുപോലെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഇപ്പോൾ അവൻ നമ്മളെ രണ്ടുപേരെയും കൊടുക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ ബൻസാൽ തന്നെയാണ് സൂര്യയോട് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അഭിനയിക്കാൻ പറഞ്ഞത്. അവനാണ് സൂര്യക്ക് തോക്ക് നൽകി അവൻ നിനക്ക് തരാനും എന്നെ കൊല്ലാനും പറഞ്ഞത്. അതോടെ നിനക്ക് സൂര്യയോട് ദേഷ്യം വരുമെന്നും നീ അവനെ കൊല്ലുമെന്നും അവൻ പ്ലാൻ ചെയ്തു. അവൻ നമ്മളെ ഇതിൽ പൂർണ്ണമായും കുടുക്കി എന്ന് പറഞ്ഞു. അത് കേട്ട ലീന മാർട്ടിനെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞു. ബൻസാൽ പറഞ്ഞിട്ടാണ് അവൾ മാർട്ടിന്റെ ഫോണിൽ ഹിഡൻ ഫേസ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതെന്ന്. അതോടെ മാർട്ടിന് എല്ലാം വ്യക്തമായി. താൻ സൂര്യയുടെ മൃതദേഹം കൊണ്ടുപോയതും കാട്ടിൽ കുഴിച്ചിട്ടതുമായ വീഡിയോകളെല്ലാം ബൻസാലിന്റെ കയ്യിലുണ്ടാകുമെന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്കും മാർട്ടിന്റെ വീടിനടുത്തേക്ക് പോലീസ് വരുന്നത് കണ്ട് ലീനയോട് പോലീസ് എന്ത് ചോദിച്ചാലും എനിക്കൊന്നും അറിയില്ലെന്ന് പറയണം എന്ന് പറഞ്ഞ് അവൻ വീടിന്റെ പിന്നിലൂടെ ഓടി രക്ഷപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ എല്ലാ TV ചാനലുകളിലും വനപ്രദേശത്ത് നിന്ന് സൂര്യ എന്നയാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നും ലീനയും സൂര്യയും തമ്മിലുള്ള അവിഹിത ബന്ധം ഭർത്താവായ മാർട്ടിൻ അറിഞ്ഞതിനെ തുടർന്ന് മാർട്ടിൻ സൂര്യയെ കൊന്ന് മൃതദേഹം കുഴിച്ചിട്ടതാണെന്നും വാർത്ത വന്നു. മറുഭാഗത്ത് മാർട്ടിൻ ആരും അറിയാതെ തന്റെ സുഹൃത്ത് വെട്രിയെ കണ്ട് ഒരു കാർ സംഘടിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. വെട്രി അവനൊരു കാർ ഏർപ്പാടാക്കി. അതിനുശേഷം മാർട്ടിൻ ആ കാറിൽ ബൻസാലിനെ പിന്തുടർന്നു. ഇവിടെ മാർട്ടിന് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായി. അന്ന് വൈകുന്നേരം ബൻസാൽ പോളിനെ കാണാൻ പോയി. അവർ സംസാരിക്കുന്നത് കണ്ട മാർട്ടിന് പോളിന് ബൻസാലിനെ എങ്ങനെ അറിയാമെന്നും അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും മനസ്സിലായില്ല.
പോൾ ബെൻസാലുമായി സംസാരിച്ച ശേഷം തന്റെ പുതിയ ഫാം ഹൗസിലേക്ക് പോയി. മാർട്ടിനും അവനെ പിന്തുടർന്നു. അവിടെ ഒരു മുറിയിൽ കയറിയ മാർട്ടിൻ തന്റെയും ലീനയുടെയും ഒരുപാട് വിവരങ്ങൾ അവിടെയുണ്ടെന്ന് കണ്ടെത്തി. മാത്രമല്ല, മാർട്ടിന്റെ വീട്ടിലെയും ഓഫീസിലെയും CCTV ദൃശ്യങ്ങൾ, ഫോൺ കോൾ റെക്കോർഡിങ്ങുകൾ, അവൻ ആരോടാണ് സംസാരിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും പോൾ ഇവിടെ നിന്നാണ് അറിഞ്ഞിരുന്നതെന്ന് മാർട്ടിന് മനസ്സിലായി. അപ്പോഴേക്കും ആ മുറിയിലേക്ക് വന്ന പോൾ മാർട്ടിനെ കണ്ട് ഞെട്ടി. മാർട്ടിൻ പോളിനോട് "ഇതെന്താണ് പോൾ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്?" എന്ന് ചോദിക്കുന്നു. പോൾ മാർട്ടിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മാർട്ടിൻ പോളിനെ അടിച്ച് കഴുത്തിൽ കത്തിവെച്ച് സത്യം പറയാൻ ആവശ്യപ്പെട്ടു. അതേസമയം അവിടേക്ക് വന്ന പോളിന്റെ അച്ഛൻ മാർട്ടിനെ അടിച്ചു. അത് കണ്ട മാർട്ടിൻ ഞെട്ടി. പോളിന്റെ അച്ഛനോട് "അങ്കിൾ, നിങ്ങളും പോളിന്റെ കൂടെയാണോ?" എന്ന് ചോദിക്കുന്നു. പോളും അച്ഛനും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാർട്ടിന് ചില സത്യങ്ങൾ മനസ്സിലായി. യഥാർത്ഥത്തിൽ മാർട്ടിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ആസാമിൽ 300 ഏക്കർ എസ്റ്റേറ്റ് മാർട്ടിന്റെ പേരിൽ എഴുതി വച്ചിരുന്നു. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്നാൽ, മാർട്ടിന്റെ മാതാപിതാക്കളുടെ അപകടം ആ 300 ഏക്കർ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ വേണ്ടി പോളിന്റെ അച്ഛൻ ബൻസാലുമായി ചേർന്ന് ആസൂത്രണം ചെയ്തതായിരുന്നു. മാർട്ടിൻ മരിച്ചാൽ ഈ സ്വത്തുക്കളെല്ലാം ഒരു പള്ളിക്ക് ലഭിക്കുമെന്ന് വിൽപത്രത്തിൽ എഴുതിയിരുന്നു. അതുകൊണ്ട് മാർട്ടിനെ ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ കുടുക്കി ജയിലിലടച്ചാൽ പുറത്ത് അവന്റെ സ്വത്തുക്കൾ തങ്ങൾക്ക് അനുഭവിക്കാമെന്ന് പദ്ധതിയിട്ടു. അത് കേട്ട മാർട്ടിന് പോളും അച്ഛനും എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലായി. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെട്രിയെ കണ്ട് തങ്ങളുടെ സ്വന്തം നാട്ടിലെ വീട്ടിൽ പോയി രേഖകൾ പരിശോധിച്ചു. ശരിക്കും മാർട്ടിന്റെ അച്ഛൻ 300 ഏക്കർ മാർട്ടിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. മാർട്ടിൻ മരിച്ചാൽ ആ സ്വത്ത് ഒരു പള്ളിക്ക് ലഭിക്കുമെന്നും അതിലുണ്ടായിരുന്നു. അത് കണ്ട വെട്രി മാർട്ടിനോട് "അപ്പോൾ നീ 300 ഏക്കറിന്റെ ഉടമയാണല്ലേ?" എന്ന് അത്ഭുതപ്പെട്ടു. അതേസമയം മാർട്ടിൻ അവിടെ ഉണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുകയും അവർ അവനെ പിടിക്കാൻ വരികയും ചെയ്തു. പോലീസിനെ കണ്ട മാർട്ടിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അവനെ പിടികൂടി. അവനെ കോടതിയിൽ ഹാജരാക്കി. ഭാര്യ ലീനയ്ക്ക് സൂര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നത് അറിഞ്ഞ മാർട്ടിൻ സൂര്യയെ കൊലപ്പെടുത്തിയെന്ന് ഹിഡൻ ഫേസ് ആപ്പ് വഴി റെക്കോർഡ് ചെയ്ത വീഡിയോകൾ തെളിവായി കാണിച്ച് മാർട്ടിന് ശിക്ഷ വിധിച്ച് ജയിലിലേക്ക് അയച്ചു. സീൻ അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ലീന മാർട്ടിനെ കാണാൻ ജയിലിൽ വന്നു. അവൾ പറഞ്ഞു, "എന്നോട് ക്ഷമിക്കണം മാർട്ടിൻ, നിന്നെ പോലീസിന് പിടിച്ചു കൊടുത്തത് ഞാനാണ്." അത് കേട്ട് മാർട്ടിൻ ഞെട്ടി. ഇവിടെ ലീന തല കറങ്ങുന്ന മറ്റൊരു ട്വിസ്റ്റ് വെളിപ്പെടുത്തി. യഥാർത്ഥത്തിൽ ലീന പോളിന്റെ സഹോദരിയായിരുന്നു. പോളിന്റെ അച്ഛനാണ് സ്കൂൾ കാലം മുതൽ മാർട്ടിനെ പ്രണയത്തിൽ കൊടുക്കാൻ ലീനയോട് പറഞ്ഞത്. ലീന ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷെ താനൊരു ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ടാണ് മാർട്ടിനെ വിവാഹം കഴിച്ചത്. അങ്ങനെ ലീനയും പോളും അച്ഛനും ബൻസാലും ചേർന്ന് ആ 300 ഏക്കർ സ്വത്തിനായി പ്ലാൻ ചെയ്ത് മാർട്ടിനെ കൊലപാതക കേസിൽ കുടുക്കി ജയിലിലടച്ചതായിരുന്നു. "നിങ്ങൾക്കിനി ഈ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. നിങ്ങൾ ഈ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് മരിക്കും. ഞങ്ങൾ പുറത്ത് നിങ്ങളുടെ 300 ഏക്കർ സ്വത്തുമായി അടിച്ചു പൊളിക്കും" എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്ന് പോയി. യഥാർത്ഥ സത്യം അറിഞ്ഞ മാർട്ടിൻ തകർന്നുപോയി. മാർട്ടിൻ ജയിലിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ കേസിൽ അവന്റെ സുഹൃത്ത് വെട്രിയും ജയിലിലെത്തി. മാർട്ടിന് സംഭവിച്ച ചതിയെക്കുറിച്ചറിഞ്ഞ് വെട്രിക്ക് വിഷമമായി. എങ്ങനെയും മാർട്ടിന് നീതി ലഭിക്കണമെന്ന് കരുതി അതേ ജയിലിലുള്ള നല്ലവർക്ക് സഹായം ചെയ്യുന്ന ഒരു വലിയ റൗഡിയുടെ അടുത്തേക്ക് മാർട്ടിനെ കൊണ്ടുപോയി. അവർ ചെയ്ത ചതിയെക്കുറിച്ച് കേട്ട ആ റൗഡി പറഞ്ഞു, "ആദ്യം നിന്നെ അത്രയധികം വിശ്വസിപ്പിച്ച് ചതിച്ച് നിന്റെ ഭാര്യയോട് നീ പ്രതികാരം ചെയ്യണം അല്ലെ? നീ വിഷമിക്കണ്ട, അതിന് ഞാൻ നിന്നെ സഹായിക്കാം. പുറത്തുള്ള എന്റെ ആളുകൾ 24 മണിക്കൂറും നിന്റെ ഭാര്യയെ പിന്തുടരും." അങ്ങനെ ഒരു ദിവസം ആ റൗഡി തന്റെ ആളുകളെ കൊണ്ട് ലീനയുടെ ബൈക്കിൽ ഒരു ഫോൺ വെപ്പിച്ചു. ആ ഫോണിലേക്ക് മാർട്ടിനെ കൊണ്ട് ജയിലിൽ നിന്ന് വിളിപ്പിച്ചു. അവിടെയുള്ള മോണിറ്ററുകളിൽ ലീന എവിടെ പോയാലും അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. മാർട്ടിൻ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു. മാർട്ടിൻ അവളോട് പറഞ്ഞു, "ഹാപ്പി 7th വെഡിങ് ആനിവേഴ്സറി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ." അത് കേട്ട് ലീന മാർട്ടിൻ എങ്ങനെ ഫോൺ ചെയ്തു എന്ന് അത്ഭുതപ്പെട്ടു. അവളുടെ മുഖഭാവം കണ്ടുകൊണ്ട് മാർട്ടിൻ പറഞ്ഞു, "ആദ്യമായി ഞാൻ നിന്നെ സർപ്രൈസ് ചെയ്തു. ഈ സർപ്രൈസ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഉടൻ പുറത്തു വന്ന് നിനക്ക് കൂടുതൽ സർപ്രൈസുകൾ തരാം" എന്ന് പറഞ്ഞ് ചിരിച്ചു. അത് കേട്ട് ലീന ഞെട്ടിത്തെരിച്ചു നിന്നു. അവിടെ ഈ സിനിമ അവസാനിക്കുന്നു. ഒരുപക്ഷെ ഇതിന്റെ 2ാം ഭാഗം ഉടൻ വന്നേക്കാം. സോ ഗൈസ്, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.